ഗൈസ്, അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ. നല്ല വ്യൂസൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് വന്നാലോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ മുഖമായിട്ടന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ടായിന്. അപ്പോൾ കുറച്ചായി വീട്ടിൽ തന്നെ അങ്ങനെ ഒന്ന് പുറത്ത് പോകാന്നുള്ള പ്ലാനിൽ എല്ലാവരും ഒന്ന് ഇറങ്ങി. രാവിലെ തന്നെയാണ് കേട്ടത്, ചായ പോലും കുടിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ബോയിക്കാൻ എത്തിയിട്ടോ. ഇവിടുന്ന് നമുക്ക് മാമനെയും അനിയനെയും കൂട്ടാനുണ്ട്. അവരെ കൂട്ടിയിട്ട് നമുക്ക് പോവാം ഗൈസ്. ഇവിടെ നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ. ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി നല്ല ഭംഗിയാണില്ലേ ഇവിടെ യാത്ര ചെയ്യാൻ. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മൃഗങ്ങളുടെ ശല്യമുണ്ട്. ആന, കാട്ടുപോത്ത് എല്ലാം ഇതിലെ കൂടി പോകാറുണ്ട് ഗൈസ്. അങ്ങനെ നല്ല അടിപൊളി വ്യൂസൊക്കെ കണ്ട് നമ്മളിതാ ഇപ്പോൾ ഇരിണിക്ക് എത്താറായി ഗൈസ്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് മോശമാണെങ്കിലും നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ. ഈ ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള റോഡിലുള്ള യാത്ര നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനെ ഇതാ നമ്മുടെ അങ്ങോട്ട് എത്താറായി. അപ്പോഴാണ് നമ്മൾ വഴിയിൽ വില്ലച്ചനെ കണ്ടത്. വില്ലച്ചനോട് സംസാരിച്ചു. അപ്പോൾ അവിടെ അമ്മാവനും അമ്മായി ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു, ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ രണ്ടാളുകൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരെന്നല്ലേ? മാമനും മാമൻ്റെ മോനും. അപ്പോൾ നമുക്ക് ഇതേ ഇവിടെ പോയി ഒരു ചായ കുടിച്ച് തിരിച്ച് പോവാമല്ലോ ഗൈസ്. ഒരാളെടുത്ത് ഫോണ് പോയി. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സാധാരണ നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും. ഈ വെള്ളത്തിൻ്റെ സൗണ്ടും ഈ സീനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായി നമുക്ക് തോന്നുമല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. ഇക്കൂട്ടത്തിൽ ഒരാൾ കുറവുണ്ട് കേട്ടോ. അമ്മായിയുടേത് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഇവിടെ നിന്ന് നമ്മൾ റാണിപുരത്തേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ മാമന് സുഖമില്ലാത്തതുകൊണ്ട് അത് ക്യാൻസലാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് ഇട്ടിരുന്നു കേട്ടോ റാണിപുരത്തേക്ക്. നല്ല അടിപൊളി യാത്രയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് മടങ്ങി വന്നു. നമ്മൾ നമ്മുടെ റിലാക്സേഷന് വേണ്ടിയായിരിക്കും ഓരോ യാത്രയും ചെയ്യുന്നതല്ലേ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും യാത്ര ചെയ്യുമ്പോൾ ചില കുട്ടി കുട്ടി പ്രശ്നങ്ങൾ ആ യാത്രയിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലേ. എന്നാൽ യാത്ര തീരുന്നതോടൊപ്പം അതും അവിടെ തീർന്നാൽ മനോഹരമായിരിക്കും.
ഏത് യാത്രയും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കും, നല്ലതും ചീത്തയും. നല്ലതിനെ മാത്രം നമ്മൾ കൂടെ കൊണ്ടുവരാം, ചീത്ത അനുഭവങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു നല്ല യാത്രയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.